എല്ലാവർക്കും നമസ്കാരം. അക്ഷരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മലയാളത്തിൽ 51 അക്ഷരങ്ങളാണ്. അതിൽ സ്വരാക്ഷരങ്ങൾ മാത്രം വെച്ചുകൊണ്ട്, സ്വരാക്ഷരത്തിലെ ഓരോ അക്ഷരങ്ങളും വെച്ചുകൊണ്ട് എഴുതിയ ഒരു അക്ഷരപ്പാട്ടാണ് അക്ഷയതാരം മലയാളം. കുട്ടികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഈ അക്ഷരപ്പാട്ട് നമുക്കൊന്ന് പാടാം. അമ്മ ചൊല്ലി തന്നതാണീ നല്ല മലയാളം, അമ്മ ചൊല്ലി തന്നതാണീ നല്ല മലയാളം, അന്നുമിന്നും ഒപ്പമുണ്ടി മധുരഹൃത്താളം. അച്ഛനുരുവിട്ടുറപ്പിച്ച നേരുമലയാളം, പച്ച തൊട്ടു തണുപ്പൊരുക്കിയ പേര് മലയാളം. അച്ഛനുരുവിട്ടുറപ്പിച്ച നേരുമലയാളം, പച്ച തൊട്ടു തണുപ്പൊരുക്കിയ പേര് മലയാളം. ആർദ്രമോടക്കുഴലുമിട്ടിയ കൃഷ്ണഗാഥയിലെ ആവണിത്തളിരാട ചൂടിയ ബാല്യ കൗതുകമായി ഇമ്പമാർന്നൊരു പാട്ടുമൂളിയ സ്നേഹനിറവിൻ്റെ ഈരടിക്കുളിരായി തലോടിയ കാവ്യമലയാളം, ഈരടിക്കുളിരായി തലോടിയ കാവ്യമലയാളം. ഉള്ളുണർത്തിയ സത്യസൗരഭമുച്ചവെയിലായി ഊക്കുതെളിയും ആർജവങ്ങൾ വാക്കുവഴിയായി. ഋഷി മനീഷി മഹിതദർശി എഴുത്തച്ഛൻ്റെ, ഋഷി മനീഷി മഹിതദർശി എഴുത്തച്ഛൻ്റെ ഹൃദയ പത്മതലങ്ങൾ വിടരും ധന്യമലയാളം, ഹൃദയ പത്മതലങ്ങൾ വിടരും ധന്യമലയാളം. എഴുത്തിൻ്റെ ആത്മശുദ്ധികൾ കിളിപ്പാട്ടായി ഏകമനസാ ചൊല്ലി നിറയും ധ്യാനമലയാളം. ഐക്യദീപ്തി നിദർശനം ശ്രീരാഗകീർത്തനമായി കൈത്താളമിട്ടു പുലരിക്കു കണിയായി നന്മ മലയാളം, കൈത്താളമിട്ടു പുലരിക്കു കണിയായി നന്മ മലയാളം. ഒപ്പുമഷി പോലുള്ളിലൂറും നർമ്മകുശലോക്തി ഓർത്തു തന്നെ രസിച്ചു തുള്ളൽ പാട്ടുമലയാളം. ഔഷധം ചിരിയൊന്നു വേദന മായ്ച്ചു കളയാനും സൗഹൃദം കുടച്ചൂടി കുഞ്ചൻ നെയ്ത മലയാളം. അമ്പരത്തെ തൊട്ടുമിണ്ടി പെരുമ നേടുന്നു അന്തസത്ത ഉണർത്തുമറിവായി പുണ്യമലയാളം. അക്ഷയങ്ങൾ താരജാലം അർത്ഥശോഭിതമായി അക്ഷരങ്ങൾ സൂര്യകാന്തി അണിഞ്ഞു മലയാളം. ആറിനോടിള ചേർന്നു മോഹന ചാരു കേരളമേ, ആഴമേറും ജീവിതം നീ സാരസമ്പൂർണം. നല്ല മലയാളം, നന്മ മലയാളം, നിത്യസുന്ദര ദർശനം സൗഭാഗ്യമലയാളം. നല്ല മലയാളം, നന്മ മലയാളം, നിത്യസുന്ദര ദർശനം സൗഭാഗ്യമലയാളം. സ്വരാക്ഷരങ്ങൾ മാത്രം വെച്ചാണ് ഈ അക്ഷരപ്പാട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കറിയാം മലയാളത്തിൽ 15 സ്വരാക്ഷരങ്ങളാണ്. അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഒ, ഓ, ഔ, അം, അ. അ എന്ന അക്ഷരത്തിന് സാധാരണഗതിയിൽ നമ്മൾ വിസർഗത്തിൻ്റെ 2 കുത്തു മാത്രമാണ് ഇടാറ്. അതുകൊണ്ടാണ് അന്തസത്ത ഉണർത്തുമറിവായി
പുണ്യമലയാളം. ഇവിടെ വിസർഗമാണ് ഈ അക്ഷരത്തിന് പ്രതിനിധാനം ചെയ്യുന്ന ചിഹ്നമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു ചെറിയ കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയേണ്ടതുണ്ട്. 15. ബാക്കിയുള്ളതെല്ലാം വ്യഞ്ജനങ്ങളാണ്, മൊത്തം അക്ഷരങ്ങളാണ്. അപ്പോൾ ബാക്കി വരുന്നത് വ്യഞ്ജനങ്ങളാണ്. എന്നാൽ വ്യഞ്ജനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. വ്യഞ്ജനങ്ങൾക്ക് സ്വരസഹായമില്ലാതെ നിൽക്കുവാൻ പറ്റില്ല. ഇപ്പോൾ ക എന്ന് പറയുന്ന വ്യഞ്ജനാക്ഷരത്തിൻ്റെ അന്തർലീനമായി തന്നെയുണ്ട് ക അധികം ആ സമം ക. അപ്പോൾ ആ എന്ന സ്വരം ക എന്ന വ്യഞ്ജനത്തിനോട് ചേർന്നാണ് ക എന്ന അക്ഷരം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അക്ഷരമാലാക്രമം ആദ്യമായി കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നത് സ്വരങ്ങൾക്കാണ് എന്ന് വ്യക്തമാണ്. ഏത് വ്യഞ്ജനാക്ഷരങ്ങൾ എടുത്താലും ഇപ്പം കി എന്നാണെങ്കിൽ ക അധികം ഈ സമം കി. കു എന്നാണെങ്കിൽ ക അധികം ഉ സമം കു. ക് അധികം സമം കൃഷി. ഏതൊരു വ്യഞ്ജനാക്ഷരത്തിൻ്റെ കൂടെയും നിശബ്ദമായി അതിന് സ്വതന്ത്രമായി നിൽക്കാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന അക്ഷരം സ്വരമാണ്. അപ്പോൾ സ്വര സഹായത്തോടു കൂടി മാത്രമേ വ്യഞ്ജനത്തിന് നിൽക്കാൻ കഴിയുകയുള്ളൂ. അതിനാൽ എല്ലാ വ്യഞ്ജനാക്ഷരങ്ങൾക്കൊപ്പവും നിശബ്ദമായ ഒരു സാന്നിധ്യമായി സ്വരങ്ങളുണ്ട്. അതിനാലാണ് അക്ഷരകാവ്യം എന്ന് പറയുമ്പോൾ സ്വരാക്ഷരങ്ങൾ മാത്രം വെച്ച് ഒരു അക്ഷരപ്പാട്ട് എഴുതിയത്.